രമേശിൻ്റെ പ്രൊഫൈലിലൊക്കെ കാണുന്ന ഒരു സോഷ്യൽ വർക്കർ എന്നുള്ള ഒരു വേർഡ് ഉപയോഗിച്ച് കാണുന്നുണ്ട്. അതെന്താ, അതൊരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് എന്നോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡർ എന്നോ ഒന്നുമല്ല അതിൽ കാണുന്നത്. അല്ല, ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് എന്ന ഒരു പദപ്രയോഗത്തോട് എനിക്ക് യോജിപ്പില്ല, പൊതുവെ ബി ജെ പിക്ക് യോജിപ്പില്ല. രാഷ്ട്രീയ പ്രവർത്തനം ഒരു ആക്ടിവിസത്തിൻ്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന പാർട്ടിയല്ല. രാഷ്ട്രീയ പ്രവർത്തനം സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങളൊരു വിചാരധാരയുടെ ഭാഗമാണ്. ഓരോരുത്തർക്കും ധാരാളം സംഘടനകളുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറയുന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എല്ലാം ഉണ്ട്. ഇതിനെല്ലാം ബേസ് ഒരു സോഷ്യൽ വർക്കിൻ്റെ ഭാഗമാണ്. അപ്പോൾ എല്ലാ മേഖലയിലും സാമൂഹിക പ്രവർത്തനം നടത്തുക. പൊളിറ്റിക്കൽ കരിയർ എന്ന് പറയുന്നത്, ആക്ടിവിസം എന്ന് പറയുന്നത് അത് വേറൊരു കൺസെപ്റ്റാണ്. നമ്മളൊരിക്കലും അങ്ങനൊരു കൺസെപ്റ്റല്ല. രാഷ്ട്രീയ പ്രവർത്തനം സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഇത്രയും വർഷങ്ങളൊക്കെ ഒരുപാട് സജീവമായി രാഷ്ട്രീയത്തിൽ നിന്ന രമേശിന് ഏറ്റവും അടുപ്പമുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറായിരുന്നു. അല്ല, അത് നമ്മൾ രാഷ്ട്രീയമൊക്കെ വിട്ടിട്ട് എനിക്കങ്ങനെ ഏതെങ്കിലും ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പെട്ടെന്ന് തന്നെ മനസ്സിലായി. പക്ഷേ എനിക്ക് എല്ലാവരുമായിട്ടും നല്ല അടുപ്പമാണ്. ഞാൻ ഒരാളെയും, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളെയും ഞാനൊരു എന്താ പറയുക ശത്രുവായി കാണുന്ന ഒരാളല്ല. അവർ ആവശ്യമായ ബഹുമാനം കൊടുക്കുന്ന, പ്രത്യേകിച്ചും എന്നേക്കാൾ മുതിർന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കൾ, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളോടും ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അവരുടെ നിലപാടുകൾ വ്യത്യാസമുണ്ടാകും, അവർ ആശയം വ്യത്യാസമുണ്ട്. പക്ഷേ അവരൊക്കെ എന്നെപ്പോലെ തന്നെ, അല്ലെങ്കിൽ ഈ തലമുറയിൽപ്പെട്ട പോലെ തന്നെ പൊതുപ്രവർത്തനം നടത്തി വന്നിട്ടുള്ള ആളുകളൊക്കെ. അത് എല്ലാവരും ഒരു ചെറിയ വൈരുദ്ധ്യം അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഏരിയ എന്ന് പറയുന്നത് സംഘടനാപരമായ കാഡർ സ്വഭാവമുള്ള, സംഘടനാ അച്ചടക്കത്തിൽ ഉറച്ചു നിൽക്കുന്ന ഓർഗനൈസേഷണൽ മാൻ, അതാണ് രമേശ്. അപ്പം രമേശ് അതായിരിക്കെ തന്നെ ഈ ഇപ്പം ബി ജെ പി നാഷണൽ ലെവലിൽ പറയുന്ന വളരെ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഉള്ള കുറേ സംഗതികളുമായിട്ട് അങ്ങനെ യോജിപ്പുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അപ്പം സാമുദായികമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും കൾച്ചറൽ സിമ്പിൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിലും റെസ്പോൺസസിലൊക്കെ അപ്പം ഓർഗനൈസേഷൻ കൃത്യമായി നിൽക്കുകയും ഓർഗനൈസേഷൻ പറയുന്ന പല കാര്യങ്ങളിലും പൂർണ്ണമായ യോജിപ്പില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി, ഒരു പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി. അങ്ങനെ കോൺട്രഡിക്ടറി ഇല്ല അത്. കാരണം ബി ജെ പി ആയാലും സംഘമായാലും നമ്മൾ പഠിപ്പിച്ചത്, നാം ഒരു പൊതുപ്രവർത്തനം നടക്കുന്ന സമയത്ത് ആരും നമ്മുടെ ശത്രുക്കളല്ല, നമ്മുടെ എതിരാളികളാവാം. എതിരാളികൾ ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. എതിരാളികളെ ബഹുമാനിക്കേണ്ടതില്ലെന്ന് ആരും ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. കാരണം രാഷ്ട്രീയത്തിൽ ശത്രുതയില്ല, എതിരാളികളേ ഉള്ളൂ എന്നാണ് നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ. മാരാർജി എപ്പോഴും, നമ്മളൊക്കെ കേരളത്തിൽ ഇതിലൊക്കെ ഒരു എന്താ പറയുക മാതൃകയായിട്ട് കാണുന്നത് മാരാർജിയുടെ പ്രവർത്തനമാണ്. നമ്മുടെ റോൾ മോഡൽ മാരാർജിയാണ്. മാരാർജി എപ്പോഴും മാരാർജിയുടെ സൗഹൃദങ്ങൾ എന്നൊക്കെ പറയുന്നത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കന്മാരുടെ സൗഹൃദമാണ്. എത്ര നല്ല ഇഴയടുപ്പമുള്ള സൗഹൃദമാണ്. ഇപ്പോൾ സംഘത്തിലായാൽ പരമേശ്വരജിയും ഗോവിന്ദപിള്ളയും രണ്ട് ധ്രുവങ്ങൾ നിൽക്കുന്ന താത്വികാചാര്യന്മാരാണ്. പക്ഷെ എന്തൊരു സൗഹൃദമാണ് അവർ തമ്മിലുള്ളത്. കാണാനും സംസാരിക്കാനും ഈ കാലഘട്ടത്തിൽ അതൊക്കെ അപൂർവമായിരിക്കും. അതെ, അതെന്ന് വെച്ചാൽ രമേശ് അത് പറയുമ്പോൾ തന്നെ ഇപ്പോൾ രമേശിൻ്റെ പാർട്ടിയിലുള്ള പലരും നേതാക്കന്മാർ അവർ പോലും പലപ്പോഴും നെയിം ഡ്രോപ്പിങ്, നേതാക്കന്മാരുടെ പേര് പറഞ്ഞിട്ട് അധിക്ഷേപിക്കുക. എനിക്കതിനോട് യോജിപ്പില്ല. കാരണം അങ്ങനെ ഒരു നമ്മളെക്കാൾ മുതിർന്ന ഒരാളെ അങ്ങനെ പേര് പറഞ്ഞ് ആക്ഷേപിക്കുന്നതോട് എനിക്ക് യോജിപ്പില്ല. കാരണം അവർ ആശയം വേറെയായിരിക്കാം, പാർട്ടി വേറെയായിരിക്കാം. പക്ഷേ അവർ കേരളത്തിൽ എത്രയോ വർഷം അവരും പ്രവർത്തിക്കുകയാണ്. ഒരു ഓർഗനൈസേഷന് വേണ്ടിയല്ലേ അവരും പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരെ അങ്ങനെ അവർക്കൊരു ബഹുമാനം കൊടുക്കുന്നുണ്ട്, തെറ്റില്ലതായി പറയാം. എന്നെ അങ്ങനെ ബഹുമാനം കൊടുക്കുന്നതുകൊണ്ട് അത് തെറ്റായി പോയി എന്ന് എൻ്റെ പാർട്ടിയോ എൻ്റെ സംഘടന എന്നോട് പറഞ്ഞിട്ട് അത് നല്ലതാണ് എന്നാണ് എല്ലായ്പ്പോഴും പറഞ്ഞത്. ഞങ്ങളെ പഠിപ്പിച്ചിരുന്നതാണ് പഴയ തലമുറ. ഇപ്പോൾ മുകുന്ദേട്ടനായാലും മാരാർജി ആയാലും എല്ലായ്പ്പോഴും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്, ഈ കൊടിയ സംഘർഷം നടക്കുന്ന സമയത്ത് പോലും CPM-ലെ നേതാക്കന്മാരൊക്കെ നമ്മൾ അങ്ങനെ എന്താ പറയുക ആക്ഷേപിച്ചുകൊണ്ടൊന്നും ഇവരാരും സംസാരിക്കാൻ ഞങ്ങൾ കേട്ടിട്ടില്ല. അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് തന്നെ അവരെടുത്ത തീരുമാനത്തെ നഖശിക്കാതെ വിമർശിക്കും. ഞാൻ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയും ഞാൻ വിമർശിക്കുന്ന ഒരാളാണ്. പക്ഷേ അത് ആരെയും അപമാനിക്കാനോ അവഹേളിക്കാനോ ഞാൻ പരിശ്രമിക്കാറില്ല. അവർക്ക് ബഹുമാനം കൊടുത്തുകൊണ്ടൊരു സംശയം. നമുക്ക് നിലപാടുകളെ വിമർശിക്കുന്നത് വ്യക്തിപരമല്ല. വ്യക്തിപരമായ ആരെങ്കിലും ടാർഗറ്റ് ചെയ്യാൻ, വ്യക്തിപരമായി ആക്ഷേപിക്കാൻ ഞാൻ ഒരിക്കലും മുതിരാറില്ല. എൻ്റെ ജോലിയല്ല അത്. അതല്ല, അങ്ങനെ പൊതുവെ ഒരു BJP-ൽ തന്നെ അത്തരത്തിലുള്ള ഒരു ഒഫെൻസീവ് ആയിട്ടുള്ള അത് BJP-യുടെ മാത്രം പ്രശ്നമല്ല, അത് ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നമാണ്. ഞാനത് മനസ്സിലാക്കുന്ന ഒരാളാണ്. ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ചർച്ചകളൊക്കെ രൂപാന്തരപ്പെടുന്നത് ചാനൽ ചർച്ചകളാണല്ലോ. അപ്പം ഞാനൊക്കെ ചർച്ചകൾക്ക് പോകുന്ന സന്ദർഭത്തിൽ
ചർച്ച വളരെ സൗഹൃദപരമായിരുന്നു, വളരെ സൗഹൃദപരമായിരുന്നു. നമ്മൾ അതിശക്തമായിട്ട് വാദിക്കും, പക്ഷേ വ്യക്തിപരമായിട്ടുള്ള അബ്യൂസ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. ഇന്ന് ചാനൽ ചർച്ചയിൽ 50% അതാണ്. എടാ പോടാ വിളിക്കുക, മഹാമോശം പദവി വിളിക്കുക, കാണിച്ചു തരാമെന്ന് ഭീഷണിപ്പെടുത്തുക, നിന്നെ ഞാൻ അങ്ങനെയാക്കി കളിയെന്ന് പറയുക. ഇതൊക്കെ നമുക്കത് കാണുമ്പോൾ അത്ഭുതം നോക്കാം. കാരണം പണ്ട് കേരളത്തിലെ ചാനലുകൾക്ക് ഒറ്റ വണ്ടിയേ ഉണ്ടാവുള്ളൂ. ആ വണ്ടിയിൽ എല്ലാവരും ഒരുമിച്ചാണ് ചർച്ചക്ക് കൊണ്ടുപോകുക. ഓരോ വീടും തിരിച്ച് ഓരോ സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇപ്പോൾ 3 പേരുണ്ടെങ്കിൽ 3 പേരും അന്നത്തെ ചർച്ചയുടെ നല്ല നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്ത് ആസ്വദിച്ചിട്ടാണ് വരിക, തിരിച്ചു പോരുക. ഇന്ന് എങ്ങനെ ഒരു ഫ്ലോറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടാ പോടാ വിളിക്കുന്ന ആൾക്ക് എങ്ങനെ ഒരു വണ്ടി കയറാൻ പറ്റും? അല്ല, അതിൻ്റെ ബാക്കി പത്രം വണ്ടി എന്നായിരിക്കില്ലേ? അപ്പം അത് ഈ കാലഘട്ടത്തിൻ്റെ കാരണം എന്താണെന്ന് പറയുക, ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ചർച്ചയിൽ നമ്മൾ എത്രമാത്രം ആക്രാമികമായിട്ട് സംസാരിക്കുന്നു, അപ്പോൾ കുറേ ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യും, അത് ചെറിയ റീലുകളാക്കിയിടും. അപ്പോൾ നമ്മളങ്ങ് അതിനോട് അഭിരമിച്ചു പോവുകയാണ്. അപ്പോൾ അത് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കുന്നത് കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. പക്ഷെ അത് ആരോഗ്യകരമായൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും കേരളത്തിലാണ് ഇത് കൂടുതൽ. ദേശീയ തലത്തിൽ ഇത്രയൊന്നുമില്ല, വളരെ അപൂർവം മാത്രമേ ദേശീയ തലത്തിലുള്ളൂ. ഇപ്പോഴും അവർ നല്ല കോഡിലായിട്ടുള്ള ബന്ധം സൂക്ഷിക്കുന്നുണ്ടാണ്. രാഷ്ട്രീയത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും കോഡിലായിട്ടുള്ള ബന്ധം പരസ്പരം സൂക്ഷിക്കണം എന്ന അഭിപ്രായമുള്ളതാണ് ഞാൻ. എത്ര സീറ്റ് കിട്ടും ഇത്തവണ BJPക്ക്? ഇപ്രാവശ്യം BJP കേരളത്തിൽ എന്തായാലും ഒരു നിർണായകമായിട്ട് ശക്തിയാണ്. ഞാൻ ഇത്ര സീറ്റ് എന്ന് പ്രവചിക്കുന്നില്ല, പക്ഷേ BJP ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയം ഇനിയും കേരളത്തിലെ രാഷ്ട്രീയവും കേരളത്തിലെ ഭരണവും മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത രീതിയിൽ നിയമസഭാ സാന്നിധ്യം ഉണ്ടാവും. നിയമസഭയിൽ സാന്നിധ്യമല്ല, നിയമസഭയിൽ ഏറ്റവും ഡിസൈഡിങ് ഫാക്ടറായിട്ട് BJP ഉണ്ടാവും. അതിപ്പോൾ ഒരു 10-15 MLA-മാരാണെങ്കിൽ അവരായിരിക്കും അതിൻ്റെ എത്ര എന്നുള്ളത് അത് ഞാൻ പറഞ്ഞില്ല. പക്ഷേ BJP ഡിസൈഡിങ് ഫാക്ടറായി. ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഏത് ഭാഗത്തു നിന്നായിരിക്കും? കേരളത്തിൽ അങ്ങനെയുണ്ട്, ദക്ഷിണ കേരളം, ഉത്തര കേരളം, മധ്യ കേരളം. ഇപ്രാവശ്യം അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രീതിയിലും ലോക്കൽ ബോഡി ഇലക്ഷനും കേരളം മുഴുവൻ അപ്രതീക്ഷിതമായ സ്ഥലത്തൊക്കെയാണ് ഞങ്ങൾ ജയിച്ചിട്ടുള്ളത്. അപ്പോൾ പഴയതുപോലെ ഞങ്ങൾക്ക് ഇന്ന പോക്കറ്റ് എന്ന് പറയാൻ സാധിക്കില്ല. കമ്പാരിറ്റീവ്ലി ഞങ്ങൾക്കൊരു ചെറിയ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഞങ്ങൾക്ക് ചെറിയൊരു പ്രയാസമുള്ളത് മധ്യ കേരളമായിരുന്നു. 2020 വരവോടുകൂടി അതും മാറിയിട്ടുണ്ട്. കാരണം പക്ഷേ എറണാകുളത്തിൽ 7 മണ്ഡലങ്ങൾ അവർ നിർണായകമാണ്. 7 മണ്ഡലങ്ങൾ നിർണായക 7 മണ്ഡലങ്ങളിൽ ഞങ്ങളെക്കാൾ കൂടുതൽ വോട്ട് പിടിച്ച പാർട്ടിയാണ് TDP. ഞങ്ങൾ 16,000 17,000 വോട്ട് പിടിച്ച മണ്ഡലങ്ങൾക്ക് അവർ 20,000 21,000 വോട്ടുണ്ട്. അപ്പോൾ ആ സെറ്റ്ബേക്ക് മാറി കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഇന്ന സ്ഥലം പോക്കറ്റ് എന്ന് ഇപ്രാവശ്യം പറയാൻ പറ്റില്ല. എല്ലാ സ്ഥലത്തും സമാനമായ സാഹചര്യമാണ്. ഞങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക. അതിൽ രമേശ് നിയമസഭയിൽ ഉണ്ടാവും. അത് അങ്ങനെ മത്സരിച്ചാലല്ലേ ഉണ്ടാവുള്ളൂ. ഞാൻ മത്സരിക്കണോ വേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് തീരുമാനം എടുത്തിട്ടില്ല, പാർട്ടിയും ആലോചിച്ചിട്ടില്ല. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും, പക്ഷേ എല്ലാവരും മത്സരിക്കാൻ പറ്റില്ലല്ലോ. ആരെങ്കിലുമൊക്കെ മത്സരരംഗത്ത് മാറി നിൽക്കുകയുമാണല്ലോ. അപ്പം എന്താണോ പാർട്ടി തീരുമാനം, മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും. ക്യാമ്പയിൻ നടത്തണമെന്നാണ്, ക്യാമ്പയിന് നേതൃത്വം കൊടുക്കണം. അപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് എന്തായാലും മത്സരിക്കും. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ക്യാമ്പയിനിങ്ങിന് നേതൃത്വം കൊടുക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അല്ല, മൊത്തം കേരളത്തിൽ. അപ്പോൾ ഒരു ക്യാമ്പയിനറാണോ ഒരു കാൻഡിഡേറ്റ് ആണോ കൂടുതൽ സക്സസ് രമേശ്? എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. കാൻഡിഡേറ്റ് ആണെങ്കിൽ കാൻഡിഡേറ്റ്. രണ്ടും എക്സ്പീരിയൻസ് ചെയ്ത ഒരാളോടാണ് ഞാൻ ചോദിക്കുന്നത്. രണ്ടും 2 തരത്തിലാണ്. കാൻഡിഡേറ്റ് കുറച്ചുകൂടി റിസ്ക്കിയാണ്. ക്യാമ്പയിൻ എന്ന് പറയുന്നത് അത്ര റിസ്ക് ഉള്ളതല്ല. കാൻഡിഡേറ്റ് നമുക്ക് ഉത്തരവാദിത്വം കൂടും. ഉത്തരവാദിത്വം ഒരു പേഴ്സണൽ ഉത്തരവാദിത്തം മാറും. കാരണം നമ്മൾ ഈ പ്രാവശ്യം പ്രത്യേകിച്ച് മെട്രിക്സ് ഉണ്ട്, അളക്കാം അതിൻ്റെ റിസൾട്ടിനെ. മറ്റൊരു ടീമിന് ലീഡർഷിപ്പ്, ഒരു ടീം വർക്കിൻ്റെ ലീഡർഷിപ്പ് കൊടുത്താൽ മതി. ഇതങ്ങനെയല്ല, ഇത് ഇൻഡിവിജ്വൽ പെർഫോമൻസ് പ്രധാനമാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.